വ്യാമോഹിച്ചാലും അത് പരാജയമായിരിക്കും. അത് ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് നമുക്ക് നഷ്ടമായിരിക്കും. ഒരുപക്ഷെ അത് കാലങ്ങൾ കഴിഞ്ഞ് 3 വർഷങ്ങൾ കഴിഞ്ഞ് 10 വർഷങ്ങൾ കഴിഞ്ഞ് മക്കളിലൂടെ നഷ്ടമാകും. അന്ന് നമ്മൾ വിലപിച്ചിട്ടോ അന്ന് നമ്മൾ കണ്ണീര് പറഞ്ഞിട്ടോ നൊമ്പരപ്പെട്ടിട്ടോ കാര്യമില്ല. കാരണം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഹലോ, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് സ്വരം കുറവാ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. നിങ്ങളുടെ ചെവിക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമം തോന്നിക്കാണും. ഞാൻ ഇച്ചിരി ഒച്ചയൊക്കെ പറയുന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ. പ്രിയപ്പെട്ടവരെ, ഫലം തരുന്നത് ദൈവമാണ് എന്ന ചിന്ത നമുക്കുണ്ടാവണം. എനിക്ക് ദൈവം തരും എന്ന ചിന്ത. ആ തമ്പുരാനെ മറന്ന് നമ്മൾ പോകരുതേ എന്നാണ് ഞാൻ പറയണത്. അതുകൊണ്ട് നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും, ചിലരെ സംബന്ധിച്ച് ജോലി കിട്ടാത്തവരും അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടേ അല്ലേ, ഒരു ജോലി കിട്ടാത്തവർ. ഇന്ന് ഞാൻ പറയാൻ വന്നൊരു കാര്യം ഞാൻ പെട്ടെന്ന് മറന്നുപോയായിരുന്നു. ഓക്കെ, നമ്മുടെ കുടുംബങ്ങളിൽ, ഈ വിദേശത്തുള്ള പല കുടുംബങ്ങളിലെയും ഒരു വലിയ നൊമ്പരമുണ്ട്. ഇവിടെ മാത്രമല്ല, ഇംഗ്ലണ്ടിലൊക്കെ ഉള്ളവരുടെ കുടുംബമായിട്ട് താമസിക്കുന്നവരുടെ ഒരു വലിയ നൊമ്പരമുണ്ട്. ഈ മക്കൾ പലതരത്തിലും പല ഫോറിൻ കൾച്ചേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്ത് വളരെ വേഴ്സായിട്ട് ജീവിക്കുന്ന കുട്ടികളുണ്ട്. മാതാപിതാക്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10-18 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. അവർക്ക് ഇച്ചിരിയൊക്കെ ഉഴപ്പിപ്പോയാലും മാതാപിതാക്കൾക്ക് അത്ര പ്രശ്നം ഇല്ലാത്തൊരു സാഹചര്യമാണ് പലയിടത്തും. എന്നാൽ അവർ ഈ മയക്കുമരുന്നുകൾക്കൊക്കെ അഡിക്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ ഒരിക്കലും അതിൽ നിന്നും മോചനമില്ല എന്നുള്ളൊരു വേദന മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമാണ്. പല കുട്ടികൾക്കും മയക്കുമരുന്നിന് അഡിക്റ്റാണ്. ഇന്ന് നമ്മുടെ ഈ വിദേശത്തൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് കൂട്ടുകാർ കൂടി അങ്ങ് പോവുക. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, തമ്പുരാൻ്റെ അരികിൽ പ്രാർത്ഥിക്കണം. ഒപ്പം നല്ല പ്രചോദനങ്ങൾ കൊടുത്തവരെ വളർത്തണം. ഈ ദൃശ്യമായ ദുരവസ്ഥകളും ഇതുവഴിയായി വരുന്ന പോരായ്മകളും നിങ്ങൾ നേരത്തെ അവർക്ക് ബോധ്യം കൊടുത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വീണ്ടും നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് തമ്പുരാനിൽ പദമൂന്നിയ കറകളഞ്ഞ ഒരാധ്യാത്മികത വേണം. നിഷ്കളങ്കതയുടെ ഒരു ആത്മീയത. കുട്ടികളുടെ ആത്മീയത അങ്ങനെയാണ്. നിഷ്കളങ്കതയുടെ ഒരു ആത്മീയത നമുക്കുണ്ടാവണം, കറകളഞ്ഞ ആത്മീയത. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കൊച്ച് എന്നോട് പറയുകയാണ്, എനിക്കൊത്തിരി പരിചയമുള്ള കുട്ടിയാണ്. പല കാര്യങ്ങളിലും ഞാൻ ആ കുട്ടിയെ പ്രാർത്ഥനയ്ക്കും ആത്മീയ കാര്യങ്ങൾക്കും സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കൊച്ചെന്നോട് പറഞ്ഞേ, ആ കൊച്ചിപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്, ഉണ്ടാകാം. കാരണം ഞാൻ ഇന്നലെ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നെ വെബ്സൈറ്റ്, മനസ്സിലായോ? അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. ആ കൊച്ച് കുഞ്ഞുനാളിൽ 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ, 4 വയസ്സ് പ്രായമുള്ളപ്പോൾ പള്ളിയിൽ പോകും. നമുക്ക് 4 വയസ്സുണ്ടെങ്കിലും നമ്മുടെ പള്ളിയിൽ ഒറ്റയ്ക്ക് വിടുമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേരെ കൂട്ടുകൂടി അങ്ങ് വിട്ടുപോലേ ഉള്ളൂ. ഈ കൊച്ചുങ്ങൾ നിൽക്കുന്നത് ഏറ്റവും മുമ്പിലാണല്ലോ പള്ളിയിൽ. അപ്പം ഈ കൊച്ച് ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ ഏറ്റവും മുന്നേ പോയി നിൽക്കുകയാണ്. അപ്പം ഈ കൊച്ചിനൊരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാവോ? ഈ കൊച്ചിന് അമ്മ 10 പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ട് നേർച്ചയിടാൻ. അന്നത്തെ കാലത്ത് 10 പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ട്. എല്ലാ പിള്ളേർക്കും കൊടുക്കണ്ടേ? അപ്പം എല്ലാവരും നേർച്ചയിടും. ദുഃഖ വെള്ളിയാഴ്ച അങ്ങനെ ഒരു ശീലമൊക്കെ ഉണ്ട്. എല്ലാവരും ഒരു ഉള്ളതുപോലെ നേർച്ചയിടും. ഈ കൊച്ചിന് കൊടുത്തിരുന്ന 10 പൈസയായിരുന്നു. ഈ കൊച്ചിൻ്റെ 10 പൈസ പോയി. ഇതിന് ഭയങ്കര സങ്കടമായി. കുഞ്ഞുങ്ങൾക്ക് ഈശോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണല്ലോ. ഭയങ്കര സങ്കടമായി. ഈ കൊച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഈശോ തരുവാണെങ്കിൽ ഇരട്ടി ഞാൻ തരുമെന്ന് പറഞ്ഞു. 10 പൈസയുടെ ഇരട്ടി എത്രയാ? അടുത്ത വർഷമാണ്. ഈ കൊച്ച് പറഞ്ഞ് നമ്മളൊക്കെ അതൊക്കെ അതിശയം തോന്നി. ഇരട്ടി തരും. കൊച്ചിനെ സംബന്ധിച്ച് അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും വലിയ പൈസയായി. 20 പൈസ. നമുക്കത് തോന്നും ഒന്നുമില്ലല്ലോ എന്ന്. പക്ഷേ അന്നത്തെ കാലത്ത് ആ കൊച്ച് ചിന്തിച്ചത് നോക്കുക. കൊച്ച് ചിന്തിച്ചത്, ഞാൻ അടുത്ത വർഷം ഈ ഇരട്ടി കൊണ്ടുവന്നിട്ടേക്കാം, എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞു. എന്നിട്ട് അതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ആദ്യം ഈശോയെ ഉമ്മ വെക്കണം. ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇടിയല്ലേ. ദുഃഖ വെള്ളിയാഴ്ച എന്നാ ഇതൊന്ന് മുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജലട് കയറുന്നത്. അപ്പോൾ
അല്ല, ഇവിടെയൊക്കെ കുറച്ചുകൂടെ സ്റ്റൈലായിട്ടൊക്കെ ആയിട്ട് വരുന്നത്. ഇത് ഞങ്ങൾ നാടൻ മനുഷ്യരാണ് വേണതാ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇവർ ആദ്യം തന്നെ ഈ കൈക്കാരന്മാരൊക്കെ ഇങ്ങനെ ലൈനായിട്ട് അവർ സ്റ്റൈലായിട്ട് കൊണ്ടുവന്ന് ഈശോയെ കൊണ്ടുവന്ന് അച്ഛൻ കൊണ്ടുവന്ന് വെക്കും. അത് കഴിഞ്ഞ് കൈക്കാരന്മാരിങ്ങനെ റെഡിയായിട്ട് സൈഡിലൊക്കെ നിൽക്കും. കാരണം ഇടി വന്ന് കർത്താവിനെയും തട്ടിയിട്ട് പോകാതിരിക്കാനായിട്ട് ലൈനായിട്ട് ആൾക്കാരോട് വരാൻ പറഞ്ഞാലും ലൈനായിട്ടൊക്കെ വന്നാലും ഭയങ്കര തെക്കായിരിക്കും. അപ്പോൾ ഈ കൊച്ചിനിങ്ങനെ ആയിരം ആദ്യം എനിക്ക് ഉമ്മ കൊടുക്കണമായിരുന്നു ഈശോയ്ക്ക്. ഏതായാലും കാശില്ല. അപ്പോൾ ആദ്യം ഉമ്മ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ കൊച്ചു തന്നെ ഇതിങ്ങനെ തിരികെ ചെന്നു. അപ്പോൾ ഈ വേദാടാധ്യാപകരൊക്കെ പറയും, മറിക്ക് തള്ളി വിടും. ഇവള് വയ്യ. എന്നിട്ട് ഇവള് പറഞ്ഞു, അവൾ അന്നത്തെ കാര്യം ഓർത്ത് പറയാ, ഞാൻ എൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് അച്ഛനങ്ങ് വെച്ചതും ഞാൻ കയറി ഉമ്മയും വെച്ചിട്ട് ഒറ്റ പോക്ക് പോയെന്ന് പറഞ്ഞു. അച്ഛൻ കൊണ്ടുവന്നങ്ങ് വെച്ച് അച്ഛൻ പോലും ഉമ്മ വെക്കുന്നതിന് മുമ്പ് ഞാൻ കയറി ഒറ്റ ഉമ്മയും വെച്ചിട്ട് ഞാൻ ഓടിയെന്ന് പറഞ്ഞു. സന്തോഷമായി. പിറ്റേ വർഷം ഇവർക്ക് അമ്മ 10 പൈസയെ കൊടുത്തുള്ളൂ. പക്ഷേ ഇവൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 20 പൈസ ഇട്ടു. അപ്പോൾ ആരാണ്ടോട് ഇവളിങ്ങനെ ഇങ്ങനെ ഇവർ കൂട്ടുകാർ കൂടിയൊക്കെ പറയും, ഇന്ന് 20 പൈസ ഇട്ടു, 10 പൈസ ഇട്ടു എന്നൊക്കെ കൂട്ടുകാരോട് പറയും. നിനക്ക് 20 പൈസ ഇടാം. എന്നാലും ഇവള് പറഞ്ഞു, 10 പൈസ അമ്മ തന്നുള്ളൂ. 10 പൈസ ഞാൻ ഉണ്ടാക്കി തന്നു. 10 പൈസ ഞാൻ ഉണ്ടാക്കിയ പൈസ. എങ്ങനെ ഉണ്ടാക്കിയ? മിഠായി മേടിക്കാൻ കൊടുത്തതൊക്കെ സൂക്ഷിച്ച് വെച്ചതാ, കളയാതെ. അത് മിഠായി മേടിക്കാതെ ഈശോയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ച് എന്നോട് പറയുമ്പോൾ, നാളെ എനിക്കച്ഛാ ഈ വർഷം എനിക്ക് 2000 രൂപ നേർച്ചിടണം എന്ന് പറഞ്ഞു. ഓരോ വർഷം ഇരട്ടിയിട്ടുകൊണ്ടിരിക്കുക. ഓരോ വർഷം അന്ന് തൊട്ട് അവൾ ഇരട്ടിയിടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഓരോ വർഷം ഇരട്ടിക്കും. ഈ വർഷം 2000 രൂപ അവൾ ഇടണം. ഈ വർഷം ഈ ഏപ്രിൽ വീട്ടിൽ പോകുന്നുണ്ട് അവൾ. ഞാൻ പറഞ്ഞു, നീ 2000 ഇടുമോ? ഞാനിടും. അപ്പോൾ അടുത്ത വർഷം നീ 4000 ഇടണം. ഞാനിടും. 4000 ഇടും. ദൈവം എന്നെ വളർത്തും. കഴിഞ്ഞ വർഷത്തേലും ഇരട്ടി ശമ്പളത്തിലാണ് ഈ വർഷം അവൾക്ക് ജോലി കിട്ടിയേക്കുന്നത്. പിന്നെ എനിക്ക് കൊടുക്കുന്നത് എന്നാച്ചാ ഞാൻ ഈ വർഷം 2000 ഇടും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പം നീ തമ്പുരാനെ ഇങ്ങനെ ഉമ്മയൊക്കെ വെച്ചിട്ട് എന്നും നീ ആദ്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഇല്ല. എന്നും ആദ്യം കൊണ്ട് ഇപ്പം പോയാൽ ഓടിക്കല്ലേ. അന്ന് കൊച്ചായതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ അതിനൊരു പരിഹാരം ചെയ്തച്ചാ. എന്നാ പരിഹാരം? ഞാനത് പരിഹാരം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അച്ഛൻ മാത്രമേ എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ നിന്നെ പറ്റിച്ചേ? അതുണ്ടായിരുന്നു അച്ഛാ, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ പറ്റിച്ചത് എങ്ങനെയാണെന്നറിയോ? ഒരു ഇതുപോലെ ദുഃഖ വെള്ളിയാഴ്ച ഇവൾ ഇടവക്കാരിയാണ്. അപ്പോൾ ഒരു ദുഃഖ വെള്ളിയാഴ്ച ഇവൾ വന്നിട്ട് ഞാൻ ഇന്ന് അവസാനം മുത്തുന്നുള്ളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നും ആദ്യമല്ലേ മുത്തുന്നത്, ഇന്ന് ഏറ്റവും അവസാനം ഈശോയെ മുത്തുവാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ചിന്താഗതികൾ നോക്കണം. ഇന്ന് എനിക്ക് ഏറ്റവും അവസാനം ഈശോയെ മുത്തിയാൽ മതി. എല്ലാവരും മുത്തിക്കഴിഞ്ഞിട്ട് അവസാനം മുത്തിയാൽ മതി. ഇവൾ എന്നിട്ട് എല്ലാവരും മുത്തിക്കഴിഞ്ഞ് അവസാനം പള്ളിയുടെ പുറകിൽ പോയിരുന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ പള്ളിയുടെ പുറകിലായിരുന്നു. എല്ലാവരും മുത്തി ഇറങ്ങി. ലാസ്റ്റ് കാണാമല്ലോ, ഏറ്റവും ലാസ്റ്റ് അവൾ പോയി ഈശോയെ മുത്തിയിട്ട് അവിടെ അങ്ങനെ ഇറങ്ങി പോകുമ്പം ഇറങ്ങാനായിട്ട് തിരിഞ്ഞപ്പോഴത്തേനും ഞാൻ പോയി വീണ്ടും മുത്തി ഈശോയെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, നിർമ്മലതയുള്ള ഒരാത്മീയത നമുക്കുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. നിർമ്മലതയുള്ള ആത്മീയത, അതൊരു നിഷ്കളങ്കതയുടെ ആത്മീയതയാണ്. വലിയ ചിന്തകളൊന്നുമില്ല, വളരെ കൂളായിട്ടുള്ള ആത്മീയത. ആ ബന്ധത്തിൻ്റെ വിശുദ്ധി നമുക്കവിടെ കാണാൻ സാധിക്കും. നമുക്ക് അങ്ങനെ ഒരു തമ്പുരാനുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം എന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് വരുന്ന മറ്റൊരു മേഖലയാണ് അനുഗ്രഹത്തിൻ്റെ മേഖലയിൽ ശാപങ്ങൾ ഉണ്ടാകുന്നൊരു വലിയ മേഖല ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്